ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണി മുകുന്ദന്റെ ആദ്യമായിട്ടൊരു മലയാളം സിനിമ ടോപ്പ് 10 ലിസ്റ്റിൽ ഇടം നേടിയെടുക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. മാർക്കോയുടെ ഒഫീഷ്യൽ 100 കോടി പോസ്റ്റർ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ പുറത്തു വന്നത്. ഇപ്പോഴത്തെ ടോപ്പ് 10 ലിസ്റ്റിൽ 9ാം സ്ഥാനത്ത് മാർക്കോ ഇടം നേടിയെടുത്തിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത 10 സിനിമകളുടെ പട്ടിക പുറത്തു വരുമ്പോൾ അതിൽ 1ാം സ്ഥാനത്ത് നിങ്ങൾക്ക് അറിയാവുന്ന സിനിമ പോലെ മഞ്ഞുമൽ ബോയ്സ് ആണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വൻ തരംഗമായിരുന്നല്ലോ തിയേറ്ററുകളിൽ സൃഷ്ടിച്ചത്. മലയാളത്തിന്റെ ആദ്യ 200 കോടി സിനിമ കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. 2ാം സ്ഥാനത്ത് 2018 എന്ന സിനിമയാണ്. ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത സിനിമ 2023 തിയേറ്ററുകളിലേക്ക് എത്തിയത്. 3ാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയെടുത്ത ദി ഗോട്ട് ലൈഫ് ആടുജീവിതമാണ്. ബ്ലസ്സിയാണ് സിനിമയുടെ സംവിധായകൻ. 4ാം സ്ഥാനത്ത് കൂടുതൽ പ്രേക്ഷകർക്ക് കഴിഞ്ഞ വർഷം ആവേശം നൽകിയ ആവേശം എന്ന സിനിമയാണ്. ഫഹദാണ് സിനിമയിലെ നായകൻ. 5ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിൽ ഏറ്റവും പഴക്കമേറിയ സിനിമ പുലിമുരുകൻ എന്ന സിനിമയാണ്. 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടൻ നായകനെ എത്തിയ പുലിമുരുകൻ ഒരുപാട് വർഷങ്ങളായിരുന്നു ലിസ്റ്റിൽ 1ാം സ്ഥാനം ഉറപ്പിച്ചത്. ഇപ്പോഴത്തെ 5ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു പുലിമുരുകൻ. 6ാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തിലെ മറ്റൊരു വലിയ വിജയം നേടിയെടുത്ത പ്രേമലു എന്ന സിനിമയാണ്. നസ്ലൻ മമിത കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് പ്രേമലു. 7ാം സ്ഥാനത്ത് വീണ്ടും ഒരു ലാലേട്ടൻ സിനിമയാണ്. അത് ലൂസിഫർ എന്ന 2019 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. 8ാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തന്നെയാണ്. അത് ARM എന്ന ടൊവിനോ നായകനെ എത്തിയ സിനിമയാണ്. ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ 3D സിനിമ ടൊവിനോയുടെ 50ാമത്തെ സിനിമ കൂടിയാണ്. ഇപ്പോഴത്തെ 9ാം സ്ഥാനത്താണ് മാർക്കോ എത്തി നിൽക്കുന്നത്. ഉണ്ണിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇനി മുന്നോട്ടുള്ള പാതയിൽ എത്ര കോടി വരെ കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. 10ാം സ്ഥാനത്ത് വീണ്ടും ഒരു പൃഥ്വിരാജ് സിനിമയാണ്. അത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന കഴിഞ്ഞ വർഷത്തെ ഫാമിലി എന്റർടൈനർ സിനിമയാണ്. അപ്പോൾ ഈ പറഞ്ഞ 10 സിനിമകളാണ് നിലവിൽ മലയാളം സിനിമകളിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന സിനിമകൾ. കഴിഞ്ഞ വർഷം 2024 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളാണ് ഭൂരിഭാഗവും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഈ 2025 വർഷവും ലിസ്റ്റിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ 241 കോടി. ഏത് സിനിമ മറികടക്കുമെന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ടോപ്പ് 10 ലിസ്റ്റ് നോക്കിയാൽ 2 ലാലേട്ടൻ നായകനെത്തിയ സിനിമകളെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആ 2 സിനിമകളും ഈ 2020 ശേഷം റിലീസ് ചെയ്ത സിനിമകളെയല്ല. 2016 2020 കാലഘട്ടത്തിൽ റിലീസ് ചെയ്ത 2 സിനിമകളും ഇത്രയധികം സിനിമകൾ ഒരുപാട് കോടികൾ നേടിയെടുക്കുന്ന സമയത്തും ടോപ്പ് 10 പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടൻ പവർ എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. ഒരു പക്ഷേ OTT സിനിമകൾ തിയേറ്ററുകളിലേക്ക് വന്നിരുന്നെങ്കിൽ അവയിൽ ഒരു സിനിമയെങ്കിലും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കേണ്ടതായിരുന്നു. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പീക്ക് ടൈമിൽ അല്ലാത്ത ലാലേട്ടൻ ആയിരുന്നിട്ട് പോലും ഇപ്പോഴത്തെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം ലാലേട്ടന്റെ പീക്ക് ടൈം ആകുകയാണെങ്കിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് അടുത്ത മാസങ്ങളിൽ അറിയാനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്ക് കാത്തിരിക്കൂ.